ഹലോ, അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഈ ഒരു ഡിജിറ്റൽ ടൈമറിൻ്റെ റിവ്യൂ പറയാനായിട്ട് വന്നിരിക്കുകയാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് 165 രൂപയാണ് ആയിട്ടുള്ളത്. 165 രൂപ. ഇത് ഓർഡർ ചെയ്ത് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു 3 ദിവസം മുന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് ആദ്യമേ ഇതിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിനകത്തിൽ ബാറ്ററി ഇല്ലാതെയാണ് വരുന്നത്. ഇതിൽ 2 ബാറ്ററി നമ്മളായിട്ട് ഇടേണ്ട 2 ബാറ്ററിയാണ്. ബാറ്ററി ഇല്ലാതെയാണ് വരുന്നത്. ചെറിയ സൈസ് ബാറ്ററിയാണ് ഇടുന്നത്. പിന്നെ ഇതിനകത്തിലെ ബട്ടണുകൾ നോക്കി കഴിയുമ്പോഴത്തേക്കിനും ഒരു അവർ ബട്ടൺ ഉണ്ട്, ഒരു മിനിറ്റിൻ്റെ ബട്ടൺ ഉണ്ട്, ഒരു സെക്കൻഡിൻ്റെ ബട്ടൺ ഉണ്ട്, പിന്നെ മോഡ്, ക്ലിയർ ഫ്ലാഷ്, സ്റ്റാർട്ട്, സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തിൽ മോഡ് 4 ടൈപ്പ് മോഡാണ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പം മുകളിൽ എഴുതിയിട്ടുണ്ട് ക്ലോക്ക് എന്നാണ് ഇപ്പോൾ ഉള്ളത് കിടക്കുന്നത്. പിന്നെ ഇത് ടൈമർ മുകളിൽ എഴുതിയിട്ടുണ്ട് ടൈമർ. ഇനി ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഇത് അലാറം 1. ഈ മുകളിലാണ് ഒരു അലാറം കിടക്കുന്നത്. അലാറം 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് അലാറം 2. പിന്നെ ക്ലോക്ക്, നമുക്കിപ്പം കറണ്ട് എത്ര സമയമായിട്ടുണ്ടെന്ന് അറിയാം. ഇതാണ് നമ്മുടെ ക്ലോക്ക് കിടക്കുന്നത്. ഇപ്പം ഞാൻ അലാറം 1 അലാറം 2 സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈമർ ഓടിക്കൊണ്ടിരിക്കുക. ഓക്കെ. ഇനിയും ഇത് കൂടാതെ ഇതിനകത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് സൗണ്ട് വിത്ത് സൗണ്ടും വിത്തൗട്ട് സൗണ്ടും നമുക്ക് യൂസ് ചെയ്യാം. ഈ ക്ലിയർ ഫ്ലാഷ് നമ്മൾ ക്ലോക്ക് എന്നുള്ള മോഡ് എടുത്തിട്ട് ഈ ക്ലിയർ ഫ്ലാഷ് ക്ലിക്ക് ചെയ്യുമ്പം അവിടെ നമുക്കിനി എല്ലാം സൗണ്ട് കേൾക്കാൻ നോക്കും. നമ്മളിനി എവിടെ പ്രസ് ചെയ്താലും സൗണ്ട് കേൾക്കും. ഓക്കെ, സൗണ്ട്. ഇനി നമുക്ക് സൗണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ക്ലോക്ക് മോഡിൽ തന്നെ ഒന്നുകൂടെ ഈ ക്ലിയർ ഫ്ലാഷിൽ ഞെക്കുമ്പം ആ സൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ അങ്ങ് ഓഫ് ആയിക്കോളും. നമുക്ക് സൗണ്ടൊന്നും വരത്തില്ല. ഇനി മോഡിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് ടൈമർ ഇപ്പം നമുക്ക് ടൈമർ വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റാർട്ട് സ്റ്റോപ്പിൽ, ഞാനിപ്പോൾ ടൈമർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഈ സ്റ്റാർട്ട് സ്റ്റോപ്പിലൊന്ന് ഒരു 3 സെക്കൻഡ് കണ്ടിന്യൂസ് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ഒന്നെങ്കിൽ സ്റ്റാർട്ടായിട്ടിരിക്കുന്നത് സ്റ്റോപ്പാകും. ഇപ്പം ഞാനിത് സ്റ്റോപ്പാക്കി വെച്ചു. ഇനി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അത് അത് ഓടിത്തുടങ്ങും. ഇനി അതെനിക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പം 35 സെക്കൻഡിനാണ് നിർത്തിയേക്കുന്നത്, ടൈമർ ഇട്ടേക്കുന്നത്. ഇനി അത് നിർത്താൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കിനും അത് നിന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ടൈമർ വരുന്നത്. നമുക്ക് എത്ര മിനിറ്റത്തേക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ഇപ്പം നമുക്ക് 1 അവറിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ 0യുടെ അവിടെ അവർ ആക്കണം. എത്ര അവറാണെന്നുള്ളത് ഇതുണ്ട് 1, 2, 3 എന്നും പറഞ്ഞിട്ട് നമുക്ക് എത്ര അവറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആക്കാം. ഇനി നമുക്ക് എത്ര മിനിറ്റ് ആണെന്നുള്ളത് ഇങ്ങനെ നമുക്കത് മിനിറ്റ് ആക്കാം. സെക്കൻഡ് വരെ നമുക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് അത് ഓടിത്തുടങ്ങും. അപ്പോൾ കുറഞ്ഞാണ് വരുന്നത്. ഇപ്പോൾ 4 മിനിറ്റ് 39 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 35, 34, 33 എന്ന് പറഞ്ഞ് കുറഞ്ഞ് ലാസ്റ്റ് ടൈമർ 0 വന്ന് നിൽക്കും. അതാണ് ടൈമറിൻ്റെ കാര്യം. ഇനി അലാറം സെറ്റ് ചെയ്യാം. നമുക്ക് അലാറം 1 ഉണ്ട്. ഇപ്പം ഇത് റെയിൽവേ ടൈമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ 12 മണി കഴിഞ്ഞാൽ 11, 12 മണി കഴിഞ്ഞാൽ പിന്നെ 1 മണിയല്ല, പകരം 13, 14, 15 അങ്ങനെ പറഞ്ഞിട്ട് 24 വരെയാണ് പോകുന്നത്. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമുക്ക് 2 അലാറം ഒരേ സമയത്ത് ഫിക്സ് ചെയ്യാൻ പറ്റും. അലാറം 1 വെക്കാൻ പറ്റും, പിന്നെ അലാറം 2 വെക്കാൻ പറ്റും. അലാറം 2. പിന്നെ നമ്മുടെ ക്ലോക്ക് ഇപ്പോൾ എത്ര മണിയായി എന്നുള്ളത് നമുക്കറിയാൻ നോക്കും. പിന്നെ അത് നല്ല ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ബാക്കിൽ ഒരു മാഗ്നറ്റ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കിച്ചണിലൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ പഠിക്കുന്നവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. കാരണം നമ്മളുടെ ടൈം എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പഠിത്തത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ എത്ര നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ നോക്കും. അപ്പം വേണ്ടവരെന്തായാലും ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കണം. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്.